ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരായ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെയും സുന്ദരമായിരിക്കുന്ന പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒപ്പം വചനകേൾവിക്ക് തീവ്രമായ താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുകയും നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവം ചെയ്ത സകല നന്മകൾക്കും ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും 1000 നന്ദി ദൈവത്തിങ്കൽ അർപ്പിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന വേദചരിത്രത്തിലെ ഒരു ചെറിയ പശ്ചാത്തലം നിങ്ങളുമായി പങ്കുവെച്ച് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 ശമൂവേൽ 17 അധ്യായം 46 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേൽ 17 അധ്യായം 46 വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. ഞാനത് വാക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഇങ്ങനെയൊന്ന് തിരുത്തി പറഞ്ഞോട്ടെ. എനിക്കൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. എത്ര സുന്ദരമായിരിക്കുന്ന വാചകം! നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എനിക്കൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. അറിയട്ടെ, എനിക്കൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാലോ. കൊച്ചു ദാവീദ് ദൈവത്തിൻ്റെ അഭിഷേകം തലയിലെ പേറിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരം ദൈവമായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങളുടെ ക്ഷേമം തിരക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര ഏലാ താഴ്വരയിലേക്ക്. കഠിനമായിരിക്കുന്ന യുദ്ധമുഖം ഏലാ താഴ്വരയിൽ സംജാതമായി നിൽക്കുന്ന പ്രത്യേക അന്തരീക്ഷത്തിൽ സഹോദരങ്ങളുടെ ക്ഷേമം തിരക്കാൻ വേണ്ടി അപ്പൻ പറഞ്ഞയച്ച ദാവീദ് അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് 40 ദിവസമായി ഫെലിസ്ത്യൻ്റെ വെല്ലുവിളി നിമിത്തം ഇസ്രായേൽ സൈന്യനിരകൾ പേടിച്ചു നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്താളിപ്പിൽ അമർന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യനിരയും ഇസ്രായേലിൻ്റെ രാജാവും. ഈ സന്ദർഭത്തിലാണ് പലപ്പോഴും പല പ്രഭാഷകരുടെ പ്രഭാഷണ ഭാഷയനുസരിച്ച് ദാവീദിൻ്റെ അഭിഷേകം തിളച്ചത്. ആ ഭാഷയൊക്കെ മാനുഷികമായിട്ട് ശരിയോന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞ് ശീലിച്ച പദം പോലെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി തിളച്ചു മറിയുന്ന ചില സന്ദർഭങ്ങൾ കാണും. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിന് ചൂടുപിടിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഗ്രചർമ്മികളായിരിക്കുന്ന ഫെലിസ്ത്യർ, അവർക്ക് വെല്ലുവിളി കൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായിട്ട് 40 ദിവസങ്ങൾ പോരാടി നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ആത്മഭാരവും അഭിഷേകവും ദൈവനിയോഗവുമുള്ളൊരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അകത്ത് ഉൾപ്രേരണയും ഉൾവിളിയും അസാധാരണ തൻ്റെ ഇടവും ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ നിങ്ങളോടും പറയാം, നമ്മളിൽ ദൈവീകതയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, ദൈവജനത്തിന് അനീതിയായി കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കകത്ത് ആരും പ്രേരിപ്പിക്കാതെ, ആരും നിർബന്ധിക്കാതെ ഉള്ളിലൊരു തിളപ്പുണ്ടാവും. സത്യത്തിൽ ദാവീദിന് ഇവിടെ അതാ സംഭവിച്ചത്. എല്ലാവരും കൂടി ദാവീദ് നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് തലയെ ചുമന്ന് ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഞാനതിനൊന്നും യോഗ്യനല്ലെന്ന് പറഞ്ഞ് പുറകോട്ട് മാറുമ്പോൾ പിന്നെയും ചില ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്, ഞാനില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഉന്തിത്തള്ളി മുമ്പിലേക്ക് കൊണ്ടുചെന്ന് അവസാനം ആ പേര് തന്നെ പിന്തുണച്ചുറപ്പിക്കുന്ന പോലെ ദാവീദിനെ ആരാണ്ടും പിടിച്ചു വലിച്ച് നീ ഒന്ന് ചെയ്തു നോക്ക്, നീ കല്ലേറുകാരനല്ലേ, കവണി ഉപയോഗിക്കാൻ അറിയുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സെക്രട്ടറി ആക്കിയതുപോലെ ദാവീദിനെ നിർബന്ധിച്ച് താഴ്വരയിൽ കൊണ്ടുപോയി കവണിയും പിടിച്ച് നിർത്തിയതല്ല. ദൈവാത്മാവുള്ളവൻ്റെ പ്രത്യേകത, ആത്മനിയോഗവും ആത്മപ്രേരണയുള്ളവൻ്റെ പ്രത്യേകത, അവൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരാത്മാവിൻ്റെ തിളച്ചുമറയിൽ നടക്കും. അങ്ങനെ അവിടെ സംഭവിച്ചു. അങ്ങോട്ട് കയറി ഏറ്റെടുക്കുകയും ചെയ്തത് ഈ യുദ്ധം. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം,
ആരും നിർബന്ധിക്കാതെ നിനക്ക്, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി ഇളകി മറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയങ്ങളെ ആരും നിർബന്ധിക്കാതെ, ആരുടെയും പിന്തുണയില്ലാതെ അങ്ങോട്ട് കയറി ഏറ്റെടുത്ത് പോരാടാനുള്ളൊരു പ്രത്യേക അഭിഷേകം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും ദാവീദ് മുന്നോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ദാവീദ് പറയുന്നൊരു പ്രധാന വാക്ക്, ഒരുപക്ഷെ 17-ാം അധ്യായത്തിലെ ഏറ്റവും സുന്ദരമായ വാചകം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അസാധാരണ ധൈര്യത്തോടെ ഇന്ന് നിന്നെ ദൈവം എൻ്റെ കയ്യിലേൽപ്പിക്കും, നിൻ്റെ തല ഞാൻ ഛേദിച്ചെടുക്കും. ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും കൊടുക്കും. അങ്ങനെ ഞാൻ ആരാന്ന് കാണിച്ചു തരാം എന്നല്ല പറഞ്ഞത്. ഇന്ന് നിന്നെ ശരിയാക്കാം, ഞാൻ ആരാ നിന്ന് കാണിച്ചു തരാം എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞെന്നറിയാമോ? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകല ഭൂമിയും അറിയും. പ്രിയരേ, ഈ വാചകം ഞാൻ തിരുത്തി പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ, ഇത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം, യുദ്ധം, യുദ്ധക്കെടുതി, ചോരപ്പുഴ, തലഛേദിക്കൽ, ഇതൊക്കെ ഉണ്ടായിരുന്ന പഴയ കാലം. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വാളും വടിയും ചോരപ്പുഴയും ഇല്ലാതെ ആത്മീക പോരാട്ടം നടത്തുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക കാലം, കൃപായുഗം. ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ ഞാനതൊന്ന് ആത്മാവിൽ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയണം. അതെങ്ങനെ അറിയാൻ പറ്റും? ഒരുപാട് രീതിയിൽ അറിയാൻ പറ്റിയേക്കാം. പക്ഷേ ഈ വാചകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം. ദൈവം നമ്മെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ആരെങ്കിലും ചെയ്യുകയല്ല. അവൻ പോകുന്ന വഴിക്ക് കരിങ്കല്ല് ഉരുണ്ട അവൻ്റെ തലയിൽ വീണവൻ ചതഞ്ഞറിഞ്ഞ് തീരുവല്ല. ദാവീദിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുകയാണ് ചില വിഷയങ്ങളുടെ തല. ഞാൻ ഗോലിയാത്തിനെയും ഈ താഴ്വരയിലെ യുദ്ധവും അക്ഷരീകമായിരിക്കുന്ന വാളും ഒക്കെ മാറ്റിവെക്കുവാണേ. ദൈവം ഇന്ന് എന്നോട് ബോധിപ്പിച്ച കാര്യം പറയാം. ചില വിഷയങ്ങളുടെ തല ദൈവം അങ്ങ് മാറ്റും, തല അങ്ങ് മുറിച്ച് കളയും. തലയുള്ളത് കൊണ്ടാണല്ലോ പലപ്പോഴും പലതും വലിയ വലിയ പോർവിളിയായിട്ട് നിൽക്കുന്നത്. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ ബ്രെയിൻ, അതിൻ്റെ ബുദ്ധിമണ്ഡലം, അത് ദൈവമായ കർത്താവ് അങ്ങ് പറിച്ചു മാറ്റും. ഒരാളുടെ തല ഛേദിച്ചു എന്നതല്ല ഈ പറയുന്നത്. ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം അടർത്തി മാറ്റും. നിന്നെക്കൊണ്ട് ദൈവമായ കർത്താവ് ചിലത് ചെയ്യിപ്പിക്കും. നിനക്കത് സാധ്യമാക്കി തരും. നീ ചെറിയവനാണോ വലിയവനാണോ എന്നുള്ളതല്ല വിഷയം. ദൈവം നിന്നെ അതിനുവേണ്ടി പാകപ്പെടുത്തും. ചില കാര്യങ്ങളെ ജയിപ്പാൻ, ചില കാര്യങ്ങളെ തരണം ചെയ്യാൻ, ചില കാര്യങ്ങളെ ഇനി ഇല്ലാതാക്കാൻ സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ദൈവമായ കർത്താവ് ചെയ്യുമ്പോൾ ലോകമറിയും, മറ്റുള്ളവരറിയും എനിക്കൊരു ദൈവമുണ്ടെന്ന്. എനിക്ക് കഴിവുണ്ടെന്നല്ല, എനിക്ക് കൃപയുണ്ടെന്നല്ല, എനിക്കതിൻ്റെ വരമുണ്ടെന്നല്ല. അങ്ങനെയൊന്നും ഇതിനകത്ത് ചിന്ത പോലും വന്നില്ല കേട്ടോ. എനിക്കൊരു അഭിഷേകം ഉണ്ടെന്നല്ല, പിന്നെയോ എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്നല്ല, എനിക്കൊരു ദൈവമുണ്ടെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ ദൈവം പ്രയോജനപ്പെടുത്തും. ദാവീദിൻ്റെ വീട്ടിലല്ല അഭിഷേകം കിട്ടിയത്, വീട്ടിൽ വെച്ച. പക്ഷെ അത് പ്രയോജനപ്പെട്ടത് അധികം ആളുകളില്ലാത്ത, പരിചയക്കാരില്ലാത്ത, അപരിചിത സമൂഹത്തിൻ്റെ മധ്യത്തിൽ, അങ്ങകല ദൂരെ ഒരു യുദ്ധക്കളത്തിൽ, ഒരു താഴ്വാരത്തിൽ വെച്ച. എന്നോട് ദൈവം പറയുന്നു, നിനക്ക് അഭിഷേകം കിട്ടിയത് ആലയത്തിനകത്ത് വെച്ചോ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തോ എവിടെയെങ്കിലും ആയിരിക്കാം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കൊച്ചു പ്രാർത്ഥനാ സംഘത്തിന് നടുവിൽ വെച്ചായിരിക്കാം നിനക്ക് നിയോഗം കിട്ടിയത്. പക്ഷേ ആ നിയോഗത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വെളിപ്പാടുകൾ നടക്കാൻ പോകുന്നത് അങ്ങകലെ ഏതോ രാജ്യത്ത് ജീവസന്ധാരണത്തിന് വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ, നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത പ്രശ്നങ്ങൾ വാളൂരി തലയെടുത്ത് കൊമ്പുകുലുക്കി നിൽക്കുമ്പോൾ, ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം, നീ നിൻ്റെ 17-ാം വയസ്സിൽ, നീ നിൻ്റെ 20-ാം വയസ്സിൽ
ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ സ്വർഗം നിൻ്റെ മേൽ പകർന്ന ദൈവിക അധികാരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് ഏതോ അന്യദേശത്ത് അന്യരാജ്യത്തിരുന്നുകൊണ്ടത് കേൾക്കുമ്പോൾ, ഒരുപക്ഷെ പഠിക്കാൻ പോയ സ്ഥലത്ത് മോനെ മോളെ നീ ഇത് ശ്രദ്ധിക്കുമ്പോൾ, നിനക്ക് ഭാരിച്ച ഉത്തരവാദിത്വം ദൈവം തന്നിട്ട് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആരെന്ന് തെളിയിപ്പാൻ, നിൻ്റെ കഴിവും കരിയറും വെളിപ്പെട്ടു വരാൻ നീ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവം എന്നോട് പറയുന്നത്, നീ പ്രാപിച്ചത് എവിടെ വെച്ചാണെങ്കിലും മറ്റൊരു സ്ഥാനത്ത് വെച്ച് നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ, നീ നിൽക്കുന്ന സ്ഥാനത്ത് വിശ്വസിക്ക്, നിനക്കൊരു ദൈവമുണ്ടെന്ന് അവരുടെ നടുവിൽ തെളിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. നിൻ്റെ ഭർത്തൃ വീട്ടിൽ, നിൻ്റെ ജന്മഗൃഹത്തിൽ, നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ, നീ ചെന്ന് കയറിയിരിക്കുന്ന സ്ഥലത്ത്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിപ്പാൻ സ്വർഗം നിന്നെ ഉപയോഗിക്കും. നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. അപ്പോൾ ലോകമറിയും, മറ്റുള്ളവരറിയും നീ ഒരു കാഞ്ഞ ബുദ്ധിയുള്ള ആളാന്നല്ല, നിനക്കൊരു ദൈവമുണ്ടെന്ന്. അതൊന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാമോ? അപ്പാ, എനിക്കൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ, എൻ്റെ കർത്താവ് അത് ചെയ്യണം എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗം അത് നിറവേറ്റി തരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി. കർത്താവേ, മറ്റൊന്നും വേണ്ടപ്പാ, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ ദൈവം എൻ്റെ ദൈവമാണെന്ന് എല്ലാവരും അറിയട്ടെ. എനിക്കൊന്നുമില്ല, കിടക്കാടം പോലും ഇല്ലാത്തവർ കണ്ടേക്കാം, ആരോഗ്യക്കുറവുള്ളവർ കണ്ടേക്കാം, ഒറ്റപ്പെട്ടവർ, വിധവമാരായി പോയവർ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ, കൈത്താങ്ങൽ കൊടുക്കാൻ ആരുമില്ലാത്തവർ, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്തവർ, ഇല്ലായ്മയുടെ നീണ്ട പട്ടികയുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ദൈവമുണ്ടെന്ന്, ആമേൻ, അങ്ങനെ പലരും അറിയട്ടെ. അതിനുള്ള വഴികൾ ഒരുക്കട്ടെ, മുഖാന്തരങ്ങൾ തെളിഞ്ഞു വരട്ടെ, ദൈവത്താൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.